നാട്ടിൽ പോയ സമയത്തെടുത്ത കുറച്ച് വീഡിയോസ് ഇപ്പോഴും ഇതിലുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഈ വീഡിയോ എടുത്തിട്ടൊരു 5 മാസം ആയി. ബട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പോകാമെന്ന് പറയണത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. നമ്മൾ എന്താണെന്നറിയില്ല, ഇവിടെ ആവണ സമയത്ത് ഇങ്ങനെ അമ്പലങ്ങളുടെയും നാടിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഭംഗിയുള്ള കുറേ ആംഗിൾസിലുള്ള വീഡിയോസൊക്കെ നമുക്കിങ്ങനെ പോപ്പപ്പ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നാട്ടിൽ പോകാനായിട്ട് ഭയങ്കര കൊതിയാവും ഇടയ്ക്ക് റീൽസൊക്കെ കാണുന്ന സമയത്ത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ എന്നോട് ചോദിക്കും, നിന്നെ ആരും നിർബന്ധിച്ച് മുന്തിത്തള്ളി ഇട്ടതൊന്നുമല്ലല്ലോ, അല്ലാതെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷം വരുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ. എനിവേ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ എന്തായാലും പോകണമല്ലോ. അപ്പോൾ കല്യാണം ഇതൊക്കെ ആയി ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അത്ര അമ്പലങ്ങളിലൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഗുരുവായൂർ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ രാത്രിയായിരുന്നു ഗുരുവായൂർ പോയിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സമയം കിട്ടിയുള്ളൂ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്നായിരുന്നു അവിടെ പോയി തൊഴുതു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴി രാത്രി എന്തായാലും 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി തിരിച്ചു വരുന്ന സമയത്ത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കടകളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നൊരു കടയിൽ കയറി നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള പൊറോട്ട ആയിരുന്നു കേട്ടോ അത്. ഞാൻ അവിടെ വന്നിട്ട് കഴിച്ചിട്ട് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പൊറോട്ടകളിലൊന്ന് അതായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ നേരെ എണീറ്റിട്ട് കാടാമ്പുഴ അമ്പലത്തിലാണ് പോണത്. ഈ കാടാമ്പുഴ അമ്പലത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ മുട്ടറക്കലാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയി അവിടെ നിന്ന് നമ്മൾ തേങ്ങ വാങ്ങിക്കുക ചെയ്തത് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്നും കൊണ്ടുപോകാം, അവിടെ നിന്ന് വാങ്ങിക്കാം. എന്തായാലും വഴിപാടൊക്കെ എഴുതിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നേരെ അമ്പലത്തേക്ക് പോവാണ്. നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ. അമ്പലം ഒരുപാട് മാറിയിരിക്കുന്നു. അങ്ങനെ യൂഷ്വലി നമ്മൾ വീക്കെൻഡ്സിൽ പോവുകയാണെങ്കിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഈ കാണുന്ന വഴിയൊക്കെ കഴിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് നമ്മൾ എങ്ങനെ ഒരു 2-3 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് ഉള്ളിൽ കയറിയിട്ട് നമ്മൾക്ക് മുട്ടറക്കാൻ പറ്റാറുള്ളൂ. അതുകൊണ്ട് വീക്ക് ഡേയ്സിൽ പോണതാണ് എപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ മുട്ടൊക്കെ അറുത്തു തൊഴുത് കഴിഞ്ഞ് നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചു. ഈ അമ്പലങ്ങളിൽ പോയി വരുമ്പോൾ മസാല ദോശ കഴിച്ചാലാണല്ലോ ആ ഒരു ഡേ അങ്ങോട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ അനിയനിപ്പോൾ ഒരു ഹോട്ട് വീൽസിൻ്റെ ഒരു പ്രാന്താണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അമ്മയ്ക്കും അതേപോലെ തന്നെയാണ്. അമ്മയ്ക്കും ഇങ്ങനെ എവിടെ കാണുമ്പോഴും അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഹോട്ട് വീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.